എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ചാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 of Pentacles എനർജി, 6 of Cups, Lovers എനർജി, Knight of Swords, 8 of Cups ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 2 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഔദ്യോഗിക ജീവിതത്തിൽ ചെറിയ അതായത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ മെയിൻലി ചെറിയ സാമ്പത്തികപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. എന്നിരുന്നാലും സുഹൃത്തുക്കളുടെയും മറ്റും സഹായത്തോടു കൂടിയിട്ട് തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു മാസത്തെ സിറ്റുവേഷനാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികം പ്രശ്നങ്ങൾ, അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നതിൽ നിന്ന് മുന്നോട്ടേക്ക് പുതിയൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലിയിലേക്ക് മാറണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ തോന്നലുകളോ അതേപോലെയുള്ള സംസാരങ്ങളോ ഒക്കെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് ഇവിടെ കാണിക്കുന്നു. അതായത് നല്ല സുഹൃത്തുക്കളുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കൂടി അതിന് അവരുടെ സഹായത്തോടു കൂടിയിട്ട് ആ ഒരു ഇംബാലൻസ് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെയല്ല, ആ ഒരു മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ളത്. സൈഡായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഭാവിയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന, ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും താല്പര്യം കൂടുതലായിട്ട് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് 6 of Cups എനർജിയാണ്. ഇവിടെ സൗഹൃദങ്ങൾ ഒത്തിരി വില കൽപ്പിക്കുന്നൊരു സമയമാണ്. അതുപോലെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പൊതുവെ ഫാമിലി അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളധികം പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എപ്പോഴും ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് ആയിട്ട്, അവർ എപ്പോഴും കൂടെ ഉള്ള ആളുകളായതുകൊണ്ട് അവരെപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വേണ്ട സമയത്ത് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും ശ്രദ്ധിച്ചു തുടങ്ങുന്നു, കുടുംബത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു, ഫാമിലിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചില ആളുകൾ പ്രായമായിട്ടുള്ള മുത്തശ്ശനോ മുത്തശ്ശി ആ പ്രായത്തിലുള്ള ആളുകളെ അവരെയൊക്കെ കാണാൻ പോകുന്നതും, നിങ്ങളുടെ പഴയ, അതായത് നിങ്ങൾ ജനിച്ചു വളർന്ന, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ പോകുന്ന സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പഴയ ചില ബന്ധങ്ങളുടെ അതിൻ്റെ ബന്ധങ്ങൾ പുതുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം. അപ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു റീയൂണിയൻ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ചും സ്കൂൾ കോളേജ് റീയൂണിയൻ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നതാവാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേരുന്നു. വിദേശത്തൊക്കെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിട്ടുപോയിട്ടുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഫാമിലി, ഒത്തിരി വർഷങ്ങളായിട്ട് മിണ്ടാതെ ഇരുന്നിട്ടുള്ള ഫാമിലിയിൽ എല്ലാവരും വീണ്ടും സഹോദരങ്ങളോ അച്ഛനമ്മമാരോ ഒക്കെ വീണ്ടും ഒരുമിച്ച് കൂടിച്ചേരുന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും, ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം ഈ ഒരു സമയം. അപ്പം അത് ഒത്തിരി നിങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും തരുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ്. മാരേജ് കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസം വളരെ നല്ല സമയമാണ് മാരേജ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഇത്യാദി കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം നടക്കാത്ത, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ട് 10-35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന സാഹചര്യവും മറ്റും കാണിക്കുന്നുണ്ട്. ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വിവാഹബന്ധത്തിലെ പ്രണയവും മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ സെൽഫ് ലവ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുന്നുണ്ടാവാം. പക്ഷേ അവരെ സ്നേഹിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, സെൽഫ് കെയർ, സെൽഫ് ലവ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോകും. അതിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. പലപ്പോഴായിട്ട് നിങ്ങൾ ഫാമിലിയോട് വളരെ താല്പര്യമാണ്, ഇഷ്ടമൊക്കെ ആണെങ്കിലും വളരെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക, ഇറിറ്റേറ്റഡ് ആവുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ നോക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളതിന് സമയം എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, അത് ഫാമിലിയിലേക്ക് ബാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്വയം ആ ഒരു സെൽഫ് കെയർ എടുക്കാൻ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങളും ഹാപ്പി ആയിരിക്കും, ഫാമിലിയും ഹാപ്പി ആയിരിക്കും. അല്ലാത്ത പക്ഷം ഫാമിലിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളും ഹാപ്പി അല്ലാതാകുന്നു, അവരെയും ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ്. പൊതുവേ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നവർ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോട്സ് എനർജിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പാരൻസും കുട്ടികളുടെ ഇടയിൽ തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പാരൻ്റാണ്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം പലപ്പോഴും പലരും എൻ്റെ ഭാഗം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തയാവാം. അപ്പോൾ ആ ഒരു ചിന്തയുടെ അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിക്ക് വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത വരുന്നതിലൂടെ നിങ്ങൾ തിരിച്ച് ആ ഒരു സപ്പോർട്ട് ആ വ്യക്തിക്ക് കൊടുക്കുന്നു എന്നുള്ളതും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, മക്കൾ എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് അയാളൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുക. ഈ ഒരു ഇമോഷണൽ മാനിപ്പുലേഷനൊക്കെ മാറ്റി നിർത്തി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബന്ധങ്ങളിലൊരു ക്ലാരിറ്റി ഉണ്ടാകുന്ന എനർജിയാണ്. ഈ ഒരു മാസം പൊതുവെ ബന്ധങ്ങൾ, പല കാര്യങ്ങളും, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ, ജോലി, പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, ജീവിത രീതികൾ, ചര്യകൾ, അത് കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന രീതികളായിരിക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അറിയുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില സ്വഭാവ രീതികൾ നിങ്ങളുടെ അതിലും നിങ്ങൾ മാറ്റം വരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ നിങ്ങളുടെ അമിതമായിട്ടുള്ള ചില പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാവാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതോ മദ്യപാനോ അമിതമായിട്ട് എന്തായാലും അത് സ്വഭാവമായിട്ട് നിർത്തലാക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കേസ്, വഴക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലീഗലായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മാസം ഒത്തുതീർപ്പാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ചില ആളുകൾ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റിന് തയ്യാറാകുകയും പിന്നീട് അത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം പൊതുവേ ഒരു ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് കൊണ്ട് മാത്രം മുന്നോട്ടേക്ക് പോകാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ ബാക്കി ദൈവം, അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ബാക്കി ദൈവത്തിൻ്റെ 50% റെഡിയാണ്. നിങ്ങളുടെ 50% നിങ്ങൾ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കുക, ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.